ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തെല്ലാം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായി അടിപൊളിയായിരിക്കുന്നു. അപ്പോൾ എത്തിയ ഉടനെ തന്നെ പോകാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടതായിരുന്നു ഈ ഒരു ബാംഗ്ലൂർ ട്രിപ്പ്. അങ്ങനെ കണ്ണൂരിൽ നിന്ന് നമ്മളിതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രിപ്പ്. ബാക്കിയൊക്കെ വഴിയെ നമുക്ക് കാണാം. കണ്ണൂരിൽ നിന്ന് രാത്രി 9:30 ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞു നമ്മൾ കിടന്നുറങ്ങി. പിന്നീട് എപ്പോഴും ഉറക്കം കിട്ടിയപ്പോൾ ഞാനിങ്ങനെ പുറത്തു കൂടെ നോക്കിയപ്പോൾ ഉള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ ഇത്. മൊത്തത്തിൽ അകത്ത് അന്ധകാരമാണ്. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. കുറച്ച് സമയം ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി നിന്നു. അങ്ങനെ നമ്മൾ പുലർച്ചെ ആയപ്പോഴേക്കും ബാംഗ്ലൂർ എത്തി. ഒരു ലൈം ടീ ഒക്കെ കുടിച്ച് ഊബറൊക്കെ ബുക്ക് ചെയ്ത് നേരെ നമ്മൾ പോകുന്നത് അഞ്ജുവിൻ്റെ അടുത്തേക്കാട്ടോ. ഹലോ, നീ ഇത്ര രാവിലെ എണീറ്റ്? ഇത്ര രാവിലെ എണീക്കോന്ന് ഗേട്ടനോടൊരു ഡൗട്ട് ചോദിച്ചിനി. അവിടെ എത്തിയതിന് ശേഷം രാവിലെ കിടന്നുറങ്ങി എണീറ്റ് കൊഞ്ചും നല്ല മസാല ദോശയൊക്കെ ഉണ്ടാക്കി തന്നു. പക്ഷെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫോൺ അതിനിടയിൽ ചാർജിങ് ഓഫായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പിന്നെ ആ ക്ഷീണത്തിനിടയിൽ ഞാനൊന്നും എടുത്തില്ല കേട്ടോ. അതിന് ശേഷം ഉച്ചയ്ക്ക് നല്ല അടിപൊളി ലഞ്ച് ഉണ്ടായിരുന്നു. ലഞ്ചിൻ്റെ ഒക്കെ അതും കഴിച്ചതിന് ശേഷം ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അഞ്ജുവും രവിബായിയും എല്ലാവരും വർക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാത്രമായിട്ട് ഇറങ്ങിയതാണ് നേരെ നെക്സസ് ശാന്തിനികേതൻ മോളിലോട്ടേക്ക്. അവിടെ സ്റ്റുഡിയോയിൽ പോയിട്ട് ചെറിയൊരു പർച്ചേസൊക്കെ നടത്താമെന്ന് കരുതി. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റുഡിയോയിൽ. നാട്ടിലെത്തിയതിന് ശേഷം അതായത് യൂട്യൂബിൽ ഇങ്ങനെ സ്റ്റുഡിയോ എന്ന് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് പോകാൻ പറ്റി. നല്ല അടിപൊളി കുറേ സാധനങ്ങളൊക്കെ കിട്ടി. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് അഞ്ജുവിൻ്റെ അടുത്തോട്ടേക്ക് തന്നെ വന്നു. അപ്പോഴേക്കും അവർ വർക്കൊക്കെ കഴിഞ്ഞ് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് നേരെ നമ്മളിന്ന് ചിഞ്ചുവിൻ്റെ അടുത്താണ് പോണേ. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ഇന്നൊരു ഡിന്നർ ഡേറ്റിന് പോവാം എന്നുള്ളൊരു പ്ലാനിലാട്ടോ നമ്മളെല്ലാം ഉള്ളത്. അയ്യോ, അതെന്തിനാണ്? ഹായ് ഹായ്. ഇനിയപ്പോ നിങ്ങൾ വ്യാഴാഴ്ചല്ലേ ഇങ്ങോട്ട് വരുന്നത്? എടാ വേസ്റ്റ് കളഞ്ഞനാ ഒന്നും പറയില്ല ലീവ് പറഞ്ഞാല്. എന്തെങ്കിലും ഏട്ടനെ ഞാൻ ഏൽപ്പിച്ചേ. എന്ത് പറഞ്ഞാല് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഊബർ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട്. ഏട്ടനാന്ന് ഉത്തരവാദിയെ. അത് സാറില്ല, അത്ര അർജന്റ് ആയതല്ലെങ്കിൽ നീ നാട്ടിൽ വരുമ്പോഴത്താ മതി. വാ. അങ്ങനെ നമ്മൾ ചിഞ്ചുവിൻ്റെ അടുത്തേക്ക് എത്തി. കിധർ ഹേ ഇധർ ഹേ എന്നാ വലിയ വീട്ടിൽ കാറുള്ള വീടാ. ഈ മൂടിയിട്ടിനല്ല. ഹായ് സ്റ്റാർ, ക്രിസ്മസ് ആവാറായി. സ്റ്റാർ തൂക്കിയിട്ടിട്ടുണ്ട് ഈ വീട്ടില്. എന്റെ ബർത്ത്ഡേ അല്ലല്ലോ മോളെ. ഹലോ. ഹായ് ഹായ്.
ഗായ്സ് ഇവരെ കണ്ട, ഇവർ രണ്ടാളും കണ്ട ഒരേ കളർ ഡ്രസ്സ് കാണാൻ എന്തോ പോലെ ഉണ്ട്. എൻ്റെ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും. കണ്ണ അങ്ങനെ ചിഞ്ചുവിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഏതൻ പാർക്ക് ശിവാജി നഗറിലുള്ള റെസ്റ്റോറൻറ്റിലോട്ടേക്കാണ് എത്തിയത്. ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അങ്ങനെ അവിടെ കുറച്ച് നേരം ആ ഒരു വൈബൊക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് റൂമിൽ പോയിട്ട് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് കളിക്കുന്നുണ്ട്. അതുലിൻ്റെ ഹെൽപ്പോട് കൂടി കേട്ടോ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് ഗെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു പ്ലാൻ. അപ്പോൾ അതിനി ബാക്കി കാണാം. ആടെ നിന്നിട്ട് എല്ലാവരും ഓരോരുത്തരായിട്ട് വരുക, എന്നിട്ട് ക്രിസ്മസ് ഫ്രണ്ടിന്റെ തുടങ്ങുക. ആദ്യം ആരാ? കുഞ്ഞി ഗേട്ടിന് സാധനം 5 തുടങ്ങിക്കോ, അല്ലെ നീ തുടങ്ങ. എടുക്കുവേ രവി ഭായി आप इधर आओ. പാടാനല്ല, आप first you can start giving the gift. You got whom? I got Chinju. അപ്പൊ ചിഞ്ചു കറക്റ്റാ പറഞ്ഞ്. ചിഞ്ചുവിനെ ഇപ്പൊ ആരെയെ കൊണ്ട് എന്ത് വേണേലും ചെയ്യിപ്പിക്കാം അല്ലെ? അങ്ങനല്ലേ? Gift ഒപ്പരം പിന്നെ പൊളിക്കാം. അവിടെ എടുത്തു വെച്ചോ. ഇനി നീ പറ. നീ ലാസ്റ്റ് ചെയ്യടാ, വാ മുന്നിൽ വാ. അപ്പൊ നീ ഏട്ടൻ ഗസ് ചെയ്തത് ആരെയായിരുന്നു? അഞ്ജുവിനല്ലേ? അപ്പൊ ഏട്ടനൊന്നുമില്ല. പൊട് പൊട്. വാങ്ങിക്കോ. ഇനി ഏട്ടന് ആരെയാ കിട്ടിയെന്ന് പറ. ഗിഫ്റ്റ് ഏതാന്ന് അറിയായിരുന്നു. ആരെയാ കിട്ടിയ പറ. അപ്പൊ അഞ്ജുവിന്റെ ഗസ്സും കറക്റ്റാ. ഇടിയിരുന്നു. അപ്പൊ ആ ഗസ് നിങ്ങൾ രണ്ടുപേരും ഗസ് ചെയ്തും കറക്റ്റ്. അന്നേട്ട് ഞാൻ എടുക്കാം. ഒന്ന് വേണ്ടി കൊടുത്തോ. വേണ്ട? ഓക്കെ, കൂടി കൊടുത്തോ. അപ്പൊ ഇനി ഞാൻ കൊടുക്കാനില്ലേ? ഓക്കെ,
എനിക്ക് ഗിഫ്റ്റ് പൊളിക്കാം അല്ലേ? അപ്പോൾ ബാംഗ്ലൂരിലെ ഡേ 1 ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്കെല്ലാവരും, അതായത് നമ്മൾ കുറേ കാലങ്ങളായി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഒരുമിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ഉദ്ദേശം. അതെന്തായാലും നടന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ഡേ 2 ഒക്കെ വരുന്നതായിരിക്കും. പ്ലീസ് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.